നമുക്ക് പ്രജിത്തിലേക്ക് പോകാം. പ്രജിത്ത്, നടൻ ജയറാമിന്റെ പ്രതികരണം കേട്ടിരുന്നു. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഒരു പുണ്യം തൻ്റെ വീട്ടിലേക്കും തൻ്റെ കുടുംബത്തിനും ലഭിക്കുന്ന പുണ്യം, അനുഗ്രഹം, അത് മാത്രമേ അദ്ദേഹം ചിന്തിച്ചുള്ളൂ. ഈ വാർത്തകളിൽ നിറയുന്ന ദൃശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന പൂജയുടേതല്ല, ഒരു ഫാക്ടറിയിൽ നടന്ന പൂജയുടേതാണ്. അദ്ദേഹം അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ചിരുന്നു ആ പൂജയിൽ പങ്കെടുക്കാമോ എന്ന്. അതനുസരിച്ച് അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിച്ചു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇത്തരത്തിലൊരു അനുഗ്രഹം ലഭിക്കണം, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആ അഭ്യർത്ഥന മാനിച്ച് ഇവർ വീട്ടിലേക്ക് എത്തിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്നത്. രാഖി, നമുക്ക് അദ്ദേഹം പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ തന്നെ വേണം. കാരണം അദ്ദേഹം ഏത് രീതിയിലാണ് സനാതന ധർമ്മത്തിനോടും അതിന്റെ ആചാരങ്ങളോടും ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശബരിമല വിശ്വാസിയായ ഭക്തനായ ഏതൊരാൾക്കും അത്തരം അവസരം കിട്ടുമ്പോൾ അതിനവർ തയ്യാറാകും എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഉപജാപകർ അവർ ഉപയോഗിക്കുന്നതും ഇത്തരം വിശ്വാസങ്ങളുള്ള ആളുകളെ തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്ന ആദ്യ പ്രശ്നം വന്നിട്ടുള്ള ഈ ദ്വാരപാലകരുടെ പാളികൾ സംബന്ധിച്ച്, അതിൽ പതിപ്പിച്ചിരുന്ന പാളികൾ സംബന്ധിച്ചുള്ള അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുമ്പോഴും ദേവസ്വം വിജിലൻസിന്റെ അടക്കം സംശയങ്ങൾ എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് അത് സ്വർണ്ണപ്പാളിയാണെങ്കിൽ അടക്കം സംശയങ്ങൾ എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് അത് സ്വർണ്ണപ്പാളിയാണെങ്കിലും ശരി, ചെമ്പുപാളിയാണെങ്കിലും ശരി, അത് മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചിരിക്കാൻ, പ്രത്യേകിച്ച് ഇത് ശബരിമലയിൽ നിന്ന് കാലങ്ങളായി അവിടെ വെച്ച് പൂജിച്ച അല്ലെങ്കിൽ അവിടെ അയ്യപ്പനോട് ചേർന്ന് നിന്നിരുന്ന ആ അയ്യപ്പ ചൈതന്യം ഏറ്റുവാങ്ങിയിരുന്ന പാളികളാണ്. അതുകൊണ്ട് തന്നെ ഇത് വീടുകളിൽ വെച്ച് പൂജിച്ചാൽ അല്ലെങ്കിൽ വീടുകളിൽ വെച്ചാൽ ഐശ്വര്യം വരുമെന്നടക്കമുള്ള കാര്യങ്ങൾ അത്തരം വിശ്വാസങ്ങളുള്ള ഭക്തരൊക്കെ ഇത് ഈ പറയുന്ന പാളികൾ ഒരു പക്ഷേ യഥാർത്ഥ പാളികൾ, ശബരിമല ഉണ്ടായിരുന്ന യഥാർത്ഥ പാളികൾ അത് മുറിച്ച് തകിടുകളാക്കിയോ മറ്റു രീതിയിലോ രൂപമാറ്റം വരുത്തിയോ ഒക്കെ ഭക്തർക്ക് നൽകിയിരിക്കാം, അവരിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിരിക്കാം എന്നുള്ളൊരു സംശയം ദേവസ്വം ബോർഡ് വിജിലൻസിനുണ്ട്. ദേവസ്വം വിജിലൻസിന് അത്തരമൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് തിരിച്ചെത്തിച്ചു എന്ന് പറയപ്പെടുന്ന പാളികൾ അത് യഥാർത്ഥ പാളികൾ തന്നെയാണോ, അതായത് നേരത്തെ ശബരിമലയിൽ ഉണ്ടായിരുന്ന പാളികൾ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അത് സംശയമായി തന്നെ അവിടെ നിലനിൽക്കുകയാണ്. നമ്മൾ ആദ്യഘട്ടം മുതൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്തതിലുണ്ടായ ഏറ്റവും വലിയ ആശയക്കുഴപ്പങ്ങൾ അവ്യക്തതകളുമാണ്. അവിടെ അത് ഉണ്ടായിരുന്ന പാളിയാണോ പോയിരിക്കുന്നത്, അത് സ്വർണ്ണപ്പാളിയാണോ ചെമ്പുപാളിയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് പോലും ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്താൻ ഇതുവരെ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. ദേവസ്വം ബോർഡ് ഇത്രയും കാലം ഭരിച്ച രാഷ്ട്രീയക്കാർക്ക് പോലും ഇതിലൊരു കൃത്യത വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ പരസ്പരമുള്ള പ്രത്യാരോപണങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും മുതലെടുത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്ന പാലകരുടെ അവരുടെ ശില്പങ്ങൾ ഉണ്ടായിരുന്ന പാളികൾ അത് സ്വർണ്ണപ്പാളിയാണെങ്കിലും ശരി, ചെമ്പുപാളിയാണെങ്കിലും ശരി, അത് പുറത്തേക്ക് എത്തിച്ച് ഈ പറയുന്ന രീതിയിൽ ദേവസ്വം മാനുവലിന് വിരുദ്ധമാണ് അയ്യപ്പൻ്റെ സ്വത്തുകൾ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത്, ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വിഷയം കൂടി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ചില ചട്ടലംഘനങ്ങൾ തന്നെ നടത്തി ഇത് പുറത്തേക്ക് കൊണ്ടുപോകുകയും അത് പിന്നീട് ഈ പറയുന്ന രീതിയിൽ ശബരിമല വിശ്വാസമുള്ള ഭക്തരെ സ്വാധീനിച്ച് അവർക്കിത് മുറിച്ചു വിൽക്കുകയോ ആ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിൽ രൂപമാറ്റം വരുത്തി നൽകുകയോ ഒക്കെ ചെയ്തിരിക്കാനുള്ള ഒരു അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്, എന്താണ് സംഭവിച്ചതെന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറയുന്നു. അപ്പോൾ അത് സംബന്ധിച്ച വിവാദമല്ല, അല്ലെങ്കിൽ അത് സംബന്ധിച്ച പ്രശ്നങ്ങളല്ല ഇപ്പോഴും ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ യഥാർത്ഥ പാളി അത് സ്വർണ്ണപ്പാളിയായിരുന്നു ചെമ്പുപാളിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പറയുന്നത് ചെമ്പുപാളിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് കൊണ്ടുപോയെങ്കിൽ തന്നെ യഥാർത്ഥ പാളിയാണോ ശബരിമലയിലേക്ക് തിരിച്ചെത്തിച്ചത് എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. യഥാർത്ഥ പാളിയല്ല എത്തിച്ചതെങ്കിൽ അത് എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ സ്പോൺസർ രംഗത്ത് വരുന്ന ശബരിമലയെ നിർമ്മിച്ച് നൽകിയ ചില പീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു വിവാദം ഉണ്ടാകുന്നു. പിന്നീട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായതാണ്. അങ്ങനെ അദ്ദേഹം ചില കള്ളങ്ങൾ കൂടി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുന്നു. അതിന് പിന്നാലെയാണ് യഥാർത്ഥ പാളി എവിടെ എന്നുള്ള ചോദ്യം. ശബരിമലയിൽ ഉണ്ടായിരുന്ന 98-ൽ വിജയമല്ലി എന്ന ബിസിനസ്സുകാരൻ വ്യവസായി സമർപ്പിച്ച ആ സ്വർണം പൂശിയ പാളികൾ അല്ലെങ്കിൽ സ്വർണം തകിട് പതിച്ച ചെമ്പുപാളികളാണോ, അക്കാര്യത്തിൽ പോലും ഇപ്പോഴും ദേവസ്വം ബോർഡിന് ഒരു വ്യക്തതയില്ല എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മുൻ ചില ദേവസ്വം കമ്മീഷണർമാർ പറയുന്നത് ചെമ്പുപാളിക്ക് മുകളിൽ സ്വർണ്ണ തകിട് പതിപ്പിച്ചതാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റുകൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അത് സ്വർണം പൂശിയതാണെന്നുള്ള ചില കാര്യങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും മാത്രമാണ് ശബരിമലയുടെ സ്വത്ത് കൈകാര്യം ചെയ്തതിൽ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തതിൽ നിലനിൽക്കുന്നത് എന്നാണ് യഥാർത്ഥ പ്രശ്നം. അവിടെയും പഴയ ശബരിമലയിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ പാളികൾ
അത് തന്നെയാണോ ശബരിമലയിലേക്ക് തിരിച്ചെത്തിയെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. യഥാർത്ഥ പാളികളല്ല തിരിച്ചെത്തിയതെങ്കിൽ ആ യഥാർത്ഥ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് ഇന്ന വ്യവസായികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യവും അവിടെ ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ജയറാം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത നൽകി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതുമൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ജനം ടി വിയോട് വ്യക്തത നൽകിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം ശബരിമലയിലെ യഥാർത്ഥ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിന് ദേവസ്വം ബോർഡിന് കൃത്യമായ മറുപടിയില്ല. ഇനി കൃത്യമായ ഒരു മറുപടി ലഭിക്കണമെങ്കിൽ ദേവസ്വം വിജിലൻസിൻ്റെ ഈ പരിശോധന അത് ക്രൈംബ്രാഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ അന്വേഷണമൊക്കെ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന ഒരു ഉത്തരവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തതകൾ വരണമെങ്കിൽ വിശദമായ പരിശോധന, വിശദമായ അന്വേഷണം, ഈ അദ്ദേഹത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മാത്രമേ ശബരിമലയുടെ പേരിൽ പ്രദർശനം നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. സ്വർണ്ണപ്പാളികൾ നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തി എന്നുള്ള രീതിയിൽ ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. പക്ഷേ നടൻ ജയറാം ജനം ടിവിയോട് പ്രതികരിച്ചത് ഈ പൂജയുടേതായി പുറത്തു വന്ന ദൃശ്യങ്ങൾ ഫാക്ടറിയിൽ നടന്ന പൂജയുടേതാണ്, ഈ പൂജ നടക്കുന്നുണ്ട്, പങ്കെടുക്കാമോ എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അഭ്യർത്ഥിച്ചു. ഇതനുസരിച്ച് അദ്ദേഹം ആ പൂജയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഇതിനിടെ തൻ്റെ വീട്ടിലേക്ക് കൂടി ഇങ്ങനെ ഒരു അനുഗ്രഹം നൽകാമോ, അത്തരത്തിലൊരു ചെറിയ പൂജ നടത്താമോ എന്ന് ചോദിച്ചതനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ തൻ്റെ വീട്ടിലേക്കും എത്തിച്ചു എന്നാണ് നടൻ ജയറാം ജനം ടിവിയോട് പ്രതികരിച്ചത്. എന്തായാലും ജയറാമും ഗായകൻ വീരമണിയും ഈ പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ജനം ടി വി പുറത്ത് വിട്ടത്.